ഓക്കെ, നമ്മൾ 3 പാർട്സ് ആയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലെറ്റസ്റ്റ് ആക്സസ് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റൽ ഇഷ്യൂ കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി, സോറി. നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടിട്ടാണ് വേഗം അപ്ലോഡ് ചെയ്യുന്നത്. ലെറ്റസ്റ്റ് ആക്സസ് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കർ ഡ്യൂറിങ് ദി ഫോളോവിങ് സിറ്റുവേഷൻസ്. ഈ ഫോളോവിങ് സിറ്റുവേഷൻസിൽ എന്തൊക്കെ ചേഞ്ചാണ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഇങ്ങനെ വെച്ചതിൽ എന്തൊക്കെ ചേഞ്ചസ് മാറ്റമാണ് ഉള്ളത്. അതായത് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. സോളിഡിലെ ഖരാവസ്ഥയിലുള്ള ഒരു ഒബ്ജക്റ്റ് മതിയുമ്പോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ലിക്വിഡ് പറയുമ്പോൾ വാട്ടർ ആകുമ്പോൾ ഇതിൽ വെള്ളം പോലെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഗ്യാസ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ വായു പോലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് വളരെ അടുത്തായിരിക്കും. ലിക്വിഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ടാവും. ഗ്യാസ് ആകുമ്പോൾ ഇതിനേക്കാളും ഗ്യാപ്പ് കൂടും. അപ്പോൾ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, സോളിഡ് ലിക്വിഡായി മാറുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കൂടും. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾ ഇൻക്രീസിലെ കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴോ വീണ്ടും ഇൻക്രീസ് ചെയ്തു അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് അല്ലേ, ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തു. ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ് അല്ലേ, ഗ്യാസ് ലിക്വിഡിലേക്ക് മാറുമ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഡിഗ്രീസസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ഡിഗ്രീസസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂറിങ് ദി ഗിവൺ റിയാക്ഷൻസ്. അതായത് തന്നിട്ടുള്ള ഈ റിയാക്ഷൻസിൽ ഏത് ഫോം ഓഫ് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നതും അതുപോലെ അബ്സോർബ് ചെയ്യുന്നതും. ലിബറേറ്റ് ചെയ്യുക, പുറന്തള്ളുന്നത്, അതുപോലെ അബ്സോർബ് ചെയ്യുക, വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുന്നത് ആയ എനർജി ഏതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്. നമ്മൾ മുന്നേ ഈ റിയാക്ഷൻ പഠിച്ചതാണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാണല്ലേ, ഹീറ്റിനെ വലിച്ചെടുക്കണം. അതായത് നമ്മളിവിടെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഹീറ്റ് എനർജിനെ വലിച്ചെടുക്കൽ, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സെക്കൻഡ്, ബി ക്വസ്റ്റ്യൻ, കോട്ടിംഗ് ആൻഡ് അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. അയൺ ബാങ്കിൾ അല്ലെ, ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്നല്ലേ, കോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ അബ്സോർബ് ചെയ്യുക, വലിച്ചെടുത്തിട്ടാണ് അതിൽ കോപ്പർ പൂശുന്നത് നടത്തുന്നത് അല്ലേ. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് എന്താണ് കറണ്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുക, വലിച്ചെടുത്തിട്ടാണ് അതിൽ കോപ്പർ കോട്ട് ചെയ്യുന്നതിലെ പൂശുന്നത്. അയൺ ബാങ്കിൽ നമുക്ക് കോപ്പർ പൂശാം. സി ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ നമ്മുടെ മിന്നാമിനിങ്ങിൻ്റെ ഗ്ലോയിങ്ങിലെ തിളക്കം എന്താണ്, അതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ലൈറ്റ് പുറന്തള്ളുകയാണല്ലേ, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ, പുറമേ നോക്കുന്ന ആൾക്കാർ കാണുകയാണ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് ലിബറേറ്റഡ്, ലൈറ്റിനെ ലിബറേറ്റ് ചെയ്യുക, പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഡീകമ്പോസിഷൻ വിഘടനം ഡീകമ്പോസ് ചെയ്യുന്നത്. അതങ്ങനെ വിഘടിക്കാൻ എന്താണ്, നമ്മൾ ചൂടാക്കുമ്പോഴാണ് അത് വിഘടിക്കുന്നത്. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം, ഹീറ്റ് വലിച്ചെടുക്കുമ്പോഴാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നത്, ഡീകമ്പോസിഷൻ നടക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ, ലൈറ്റിംഗ് ആൻഡ് LED യൂസിങ് ലെമൺസ് അല്ലേ, നാരങ്ങ വെച്ചിട്ട് നമ്മൾ LED കത്തിക്കുന്നുണ്ട് അല്ലേ, ലൈറ്റ് ചെയ്യുന്ന ആ റിയാക്ഷനിൽ എന്താണ്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ, പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ. പുറന്തള്ളിയിട്ട് ലെമൺസിൻ്റെ അവിടെ LED കത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. LED കത്തിക്കുക അല്ലേ, പുറന്തള്ളുക, ലൈറ്റിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഹീറ്റ് സം ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ക്രിസ്റ്റൽസ് തരികൾ എടുത്തിട്ട് ഹീറ്റ് ചെയ്യുക, അതായത് ചൂടാക്കുക. ബ്രിങ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലെ വായ്ഭാഗത്ത് അതിൻ്റെ അടുത്തായിട്ട് നിയർ ആയിട്ട് ഒരു ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ ചെയ്തിട്ടുള്ള, അതായത് കത്തിച്ച ചന്ദനത്തിരി ഇൻസെൻസ് സ്റ്റിക്ക് നമ്മൾ പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ എ, വാട്ട് ഡു യു ഒബ്സർവ്. നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്, നിങ്ങൾ നിരീക്ഷണം അല്ലെ, ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്. അതായത് നമുക്ക് ആ ചന്ദനത്തിരി കത്തുന്നത് കാണാം അല്ലേ, ഇൻസെൻസ് സ്റ്റിക്ക് കത്തുന്നത്, ഫ്ലെയർ ചെയ്യുന്നത് അല്ലേ, ഫ്ലെയറിങ് ഓഫ് ഇൻസെൻസ് സ്റ്റിക്ക്. അതായത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എടുക്കുന്നത് അല്ലേ, അത് ചൂടാക്കിയിട്ട് അതിൻ്റെ വായ്ഭാഗത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുകയാണ്. അപ്പോൾ എന്താണ്, അത് നന്നായിട്ട് ആളി കത്തുന്നത് അല്ലേ, ഫ്ലെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും, ഫ്ലെയറിങ് ഓഫ് ഇൻസെൻസ് സ്റ്റിക്ക്. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഫോംഡ് അല്ലേ, ഇവിടെ ഫോം ചെയ്ത ഗ്യാസ് ഏതാണ് അല്ലേ, ഓക്സിജൻ ഗ്യാസ് ആണ്. അവിടെ കത്താൻ സഹായിക്കുന്ന ഗ്യാസ് അല്ലേ, ഓക്സിജൻ ആണ്. അപ്പോൾ അവിടെ കത്താൻ സഹായിച്ച ഗ്യാസ് ഏതാണ്, ഓക്സിജൻ. സി ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്. ഇത് ഏത് റിയാക്ഷനാണ് അല്ലേ, തെർമോ കെമിക്കൽ അല്ലേ. ഇവിടെ ഹീറ്റാണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക, വലിച്ചെടുക്കുകയോ എന്തോ ആയിക്കോട്ടെ അല്ലേ. ഹീറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. തെർമോ മീൻസ് ഹീറ്റ് അല്ലേ, ഇവിടെ ചൂടാക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ, ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഹീറ്റ് മീൻസ് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ വൈറ്റ് ക്ലോത്ത് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് ഡാർക്കൻസ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. അതായത് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അത് സിൽവർ നൈട്രേറ്റിൽ
മുക്കുക അല്ലെ, ഡിപ്പ് ചെയ്തിട്ട് അത് നമ്മളെന്താണ് സൺലൈറ്റിലെ സൂര്യപ്രകാശം കാണിക്കുമ്പോൾ സൂര്യൻ്റെ അടുത്ത് വെക്കുമ്പോൾ അത് ഡാർക്ക് കളറാവുന്നല്ലേ, കറുക്കുന്നു. ക്വസ്റ്റ്യൻ എ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത് അല്ലേ, വൈറ്റ് ക്ലോത്ത് ഡാർക്ക് കളറാവുന്നു അല്ലേ, സിൽവർ നൈട്രേറ്റ് മുക്കിയിട്ടാണ് സൺലൈറ്റിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അത് ഡാർക്ക് കളറാവുന്നു. അപ്പോൾ ഏത് എനർജിയാണ് ഇവിടെ ഈ കെമിക്കൽ ചേഞ്ചിന് കാരണമായത് അല്ലേ? ലൈറ്റ് എനർജിയാണ്. ഇവിടെ നമ്മൾ ലൈറ്റിൻ്റെ അടുത്തല്ലേ കൊണ്ടുവെക്കുന്നത്, അതായത് ലൈറ്റ് എനർജിയാണ് ഈ കെമിക്കൽ ചേഞ്ചിന് കാരണമായത്. ലൈറ്റിൻ്റെ അടുത്ത് വെച്ച് ലൈറ്റ് കാരണമാണ് ഈ തുണിയിലെ വെള്ള ക്ലോത്ത് ഡാർക്ക് കളറാവാൻ കാരണം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ജനറൽ നെയിം ഫോർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഈ ടൈപ്പ് റിയാക്ഷൻ്റെ ജനറൽ നെയിം എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലേ, ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസിലുള്ള റിയാക്ഷൻസ് എല്ലാം എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലേ, ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഏത് റിയാക്ഷനെയും നിങ്ങൾക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, ഫോട്ടോ മീൻസ് ലൈറ്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസസ്. ക്വസ്റ്റ്യനെ, വിച്ച് ആർ ദി റിയാക്റ്റൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസ്, അതായത് നമ്മൾ ഈ റിയാക്ഷനിൽ എടുക്കുന്ന സാധനങ്ങൾ, റിയാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് റിയാക്റ്റൻസ്. അതായത് സോഡിയം മെറ്റലും അതുപോലെ വാട്ടറുമാണ് റിയാക്ട് ചെയ്യുന്നത്, അത് രണ്ടുമാണ് അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. സോഡിയം വാട്ടർ അല്ലേ, സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ അല്ലേ, അത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസ്, ആ കിട്ടുന്നതാണ് പ്രൊഡക്റ്റ്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അല്ലേ, കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചക്കറികളാണ് റിയാക്റ്റൻസ്, കിട്ടുന്ന ആ പ്രൊഡക്റ്റിലെ കറി കൂട്ടാനൊക്കെ കിട്ടുന്ന അതാണ് പ്രൊഡക്ട്സ്. അപ്പോൾ വിച്ച് ആർ ദി പ്രൊഡക്ട്സ് ഫോംഡ്? ഈ സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം മെറ്റൽ, സോഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? Na പ്ലസ് വാട്ടർ H2O, അത് രണ്ടും റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH അല്ലേ, സോഡിയം OH പ്ലസ് ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ടാവും അല്ലേ, ബാക്കി ഹൈഡ്രജൻ ഉണ്ടാകും ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇത് ബാലൻസ് ചെയ്യാനുണ്ട് ഈ റിയാക്ഷൻ, അതായത് ഇവിടെ 2 ഒക്കെ കൊടുത്തിട്ട് ബാലൻസ് ആക്കിയിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. സോഡിയം വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്, പ്ലസ് ഹൈഡ്രജനൊക്കെ ബൈ പ്രൊഡക്റ്റ് വേറെ ഉണ്ട്. നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, എക്സ്ട്രാ ഉള്ള ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളക്ട് എ ലിറ്റിൽ അലൂമിനിയം പൗഡർ ആൻഡ് അയഡിൻ പൗഡർ ഫ്രം ദി സയൻസ് ലാബ്. സയൻസ് ലാബിൽ നിന്ന് അലൂമിനിയം പൗഡറും അയഡിൻ പൗഡറും കളക്ട് ചെയ്യുക. മിക്സ് ദം വെൽ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആഡ് 2 or 3 drops ഓഫ് വാട്ടർ ടു ദിസ് മിക്സ്ചർ. ഈ മിക്സ് ചെയ്ത മിക്സ്ചറിലേക്ക് 2-3 ഡ്രോപ്പ് വാട്ടർ വെള്ളം ഒഴിക്കുക. റൈറ്റ് ദി ഒബ്സർവേഷൻ, നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഒബ്സർവേഷനാക്കി എഴുതുക. എക്സ്പെരിമെൻറ്റ് 1 ഫസ്റ്റുള്ള എക്സ്പെരിമെൻറ്റ് എന്താണ്? അലൂമിനിയം പൗഡറും അയഡിനും തമ്മിലുള്ള റിയാക്ഷനാണ്. അതിനുള്ള മെറ്റീരിയൽസ്, ആവശ്യമായ സാധനങ്ങൾ, മെറ്റീരിയൽസ് നീഡഡ്. അലൂമിനിയം പൗഡറും അയഡിനും ആയിട്ടുള്ള റിയാക്ഷനാണ്. അയഡിൻ പൗഡറും അലൂമിനിയം പൗഡറും വേണം. വാട്ടറുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്, വാട്ടറും വേണം. ഇതൊക്കെ മിക്സ് ചെയ്യാൻ ഒരു ടൈലോ ഒരു വാച്ച് ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് വേണം ഫോർ മിക്സിങ്ങിന് വേണ്ടിയിട്ട്. പ്രൊസീജിയർ എന്താണ്? നമ്മളെന്താണ് ചെയ്യുന്നത്? മിക്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് അലൂമിനിയം പൗഡർ വിത്ത് അയഡിൻ പൗഡർ ഓൺ എ ടൈൽ ഓർ വാച്ച് ഗ്ലാസ്സിലെ, വാച്ച് ഗ്ലാസ്സിലോ ടൈലിലോ അലൂമിനിയം പൗഡറും അയഡിൻ പൗഡറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. ആഡ് 2 or 3 drops ഓഫ് വാട്ടർ ടു ദി മിക്സ്ചർ. ആ മിക്സ്ചറിലേക്ക് 2-3 ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുക? വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ദി മിക്സ്ചർ ഓഫ് അലൂമിനിയം പൗഡർ ആൻഡ് അയഡിൻ, ഇതിൻ്റെ മിക്സ്ചറിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എ വിഗറസ് റിയാക്ഷൻ ഒക്കേഴ്സ്, ഒരു വിഗറസ് ആയിട്ടുള്ള റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നു. യു മേ ഒബ്സർവ് ദി റിലീസ് ഓഫ് പർപ്പിൾ വേപ്പേഴ്സ് പർപ്പിൾ വേപ്പേഴ്സ്, അയഡിൻ്റെ പർപ്പിൾ ആയിട്ടുള്ള വേപ്പേഴ്സ് നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നത് കാണാം. ആൻഡ് പോസിബിളി പോസിബിളായിട്ട് ഹീറ്റ് ചെയ്യുന്നതും കാണാം, ചൂടാവുന്നത് കാണാം. ദി റിയാക്ഷൻ ബിറ്റ്വീൻ അലൂമിനിയം ആൻഡ് അയഡിൻ ക്യാൻ ഫോം അലൂമിനിയം അയഡൈഡ് അലൂമിനിയം അയഡിനുമാണ് അലൂമിനിയം അയഡൈഡ് ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നതും കാണാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ ഹിപ്പ് ഓഫ് അമോണിയം ഡൈക്രോമേറ്റ് പൗഡർ ഓൺ എ ടൈൽ. മേക്ക് എ സ്മോൾ പിറ്റ് ഇൻ ഇറ്റ് ആൻഡ് ഇൻസേർട്ട് ദി കെമിക്കൽസ് കളക്റ്റഡ് ഫ്രം മാച്ച് സ്റ്റിക്സ് ആൻഡ് ഇഗ്നൈറ്റിൽ. മാച്ച് സ്റ്റിക്കിൽ നിന്നുള്ള കെമിക്കൽസും കളക്ട് ചെയ്യണം, അതും ഇൻസേർട്ട് ചെയ്യാനുണ്ട്. ആൻഡ് ഇഗ്നൈറ്റ് ഇറ്റ്, എന്നിട്ട് കത്തിക്കണം. റെക്കോർഡ് ദി ചേഞ്ചസ് യു സി, എന്തൊക്കെ ചേഞ്ചസ് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അമോണിയം ഡൈക്രോമേറ്റ് വേണം, അതുപോലെ മാച്ച് സ്റ്റിക്കിലുള്ള കെമിക്കൽസും ആവശ്യമാണ്. അതായത് രണ്ടാമത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്താണ്? അമോണിയം ഡൈക്രോമേറ്റിൻ്റെ വോൾക്കാനോ അമോണിയം ഡൈക്രോമേറ്റ് വോൾക്കാനോ ആണ്. അതിൽ മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? അമോണിയം ഡൈക്രോമേറ്റ് പൗഡർ വേണം, അതുപോലെ മാച്ച് സ്റ്റിക്കിലെ കെമിക്കൽസ് ഫ്രം മാച്ച് സ്റ്റിക്സ്, അതായത് ലൈക്ലി മാസ്റ്റിക് ഹെഡ്സ് കണ്ടെയ്നിങ് സൾഫർ ആൻഡ് പൊട്ടാസ്യം ക്ലോറൈറ്റ്. മാസ്റ്റിക്കിൻ്റെ ഹെഡിൽ എന്തൊക്കെയാണ് സാധാരണ കാണാറ്? സൾഫറും പൊട്ടാസ്യം ക്ലോറൈറ്റുമാണ് അതിലുള്ള കെമിക്കൽസ്. അതിന് മിക്സ് ചെയ്യാൻ എന്തൊരു ടൈൽ ആവശ്യമാണ്. പ്രൊസീജിയർ, പ്ലേസ് എ ഹിപ്പ് ഓഫ് അമോണിയം ഡൈക്രോമേറ്റ് പൗഡർ ഓൺ എ ടൈൽ. ടൈലിൽ കുറച്ച് അമോണിയം ഡൈക്രോമേറ്റ് പൗഡർ എടുക്കുക. ആൻഡ് ക്രിയേറ്റ് എ സ്മോൾ പിറ്റ് ഇൻ ദി സെൻറ്റർ, നടുവിലായിട്ടൊരു സ്മോൾ പിറ്റ് ഉണ്ടാക്കുക. ഇൻസേർട്ട് ദി മാസ്റ്റിക് കെമിക്കൽ ഇൻ ടു ദി പിറ്റ് ആൻഡ് ഇഗ്നൈറ്റ് ദം. അതായത് നമ്മുടെ മാച്ച് സ്റ്റിക്ക്, നമ്മുടെ തീപ്പെട്ടി കൊള്ളിയിലുള്ള കെമിക്കൽസ് ഏതൊക്കെയാണ്? സൾഫറും പൊട്ടാസ്യം ക്ലോറൈറ്റും.
അതെന്താണ് അതിൻ്റെ ആ പിറ്റിൽ ഈ നടുവിലായിട്ട് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഇഗ്നൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കാണാം? ഒബ്സർവേഷൻ. അപ്പോൺ ഇഗ്നീഷൻ ദി അമോണിയം ഡൈക്രോമേറ്റ് വിൽ അണ്ടർഗോ എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ വിഘടനം നടക്കുന്നത് കാണാം. റിസംബ്ലിങ് എ വോൾക്കാനിക് ഇറപ്ഷൻ. ഒരു വോൾക്കാനിക് ഇറപ്ഷനോട് സാമ്യമുള്ള റിസംബിളുള്ള ഒരു റിയാക്ഷൻ, ഒരു ഡീകമ്പോസിഷൻ നമുക്ക് അവിടെ നടക്കുന്നത് കാണാം. യു വിൽ ഒബ്സർവ് ദി ഇജക്ഷൻ ഓഫ് ഗ്രീൻ ക്രോമിയം ഓക്സൈഡ് പൗഡർ ആൻഡ് ദി റിയാക്ഷൻ വിൽ പ്രൊഡ്യൂസ് നൈട്രജൻ ഗ്യാസ് ആൻഡ് വാട്ടർ വേപ്പേഴ്സ്. ഗ്രീൻ ക്രോമിയം ഓക്സൈഡ് പൗഡറിൻ്റെ ഇജക്ഷനും അതുപോലെ നൈട്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പുറന്തള്ളുന്നതും കാണാൻ കഴിയും. ദി റിയാക്ഷൻ ഈസ് ഹൈലി എക്സോതെർമിക്. ഹൈലി എക്സോതെർമിക് റിയാക്ഷനാണ്, അതായത് ഹീറ്റിനെ പുറന്തള്ളുന്ന റിയാക്ഷനാണ്. പ്രൊഡ്യൂസിങ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് സ്പാർക്സ്. സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റും സ്പാർക്സും നല്ല വോൾക്കാനിക് ഇറപ്ഷനാണ്. അപ്പോൾ നല്ല എമൗണ്ട് ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്ന റിയാക്ഷനാണ്, അതായത് എക്സോതെർമിക് റിയാക്ഷനാണ്. ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും, ലെറ്റസ് ആക്സസ് ആക്ടിവിറ്റീസും എക്സ്റ്റൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് മാത്സ് സബ്ജക്റ്റുകളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഏത് ചാപ്റ്റർ വേഗം വേണ്ടതെന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.